2024 ജനുവരി മാസ നക്ഷത്രഫലം. അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. അശ്വതി നക്ഷത്രം. ഭൗതികമായ സൗഖ്യം ഉണ്ടാകും. വ്യാപാരത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. പല രംഗത്തും മത്സരങ്ങൾ ഉണ്ടാകും. അനായാസം എന്ന് തോന്നിയ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരാം. ബുദ്ധിമുട്ടുണ്ടാകാം. ചിലതിൽ പരാശ്രയത്വം ഉണ്ടാകും. പ്രതികരണശേഷി വർദ്ധിക്കും. മാസത്തിൻ്റെ ആദ്യം അല്പം വ്യക്തിപരമായ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരും. ജനുവരിയുടെ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായി പലതരം മെച്ചങ്ങളും വരാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഭരണി നക്ഷത്രം. 9ാം ഭാവത്തിൽ പാപഗ്രഹമുള്ളതിനാൽ കൃത്യനിർവഹണത്തിൽ തടസ്സങ്ങൾ വരാം. ഉന്മേഷരാഹിത്യം അനുഭവപ്പെടും. അകാരണമായ ചില ദൗത്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കും. സാമ്പത്തിക മെച്ചം പറയാൻ പറ്റില്ല, ഉണ്ടാകാം. പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ജനുവരിയുടെ രണ്ടാം പകുതിയിൽ ഗുണഫലങ്ങൾ അധികരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വന്നെത്തും. യാത്ര കൊണ്ട് മെച്ചം പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ അനൈക്യം ചർച്ചയിലൂടെ പരിഹരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രം. പല കാര്യങ്ങളിലും ചിന്താക്കുഴപ്പം ഉണ്ടായേക്കാം. തീരുമാനിച്ച കാര്യങ്ങൾ നിർവഹിക്കുവാൻ വിഷമിക്കുന്നതായി കാണാം. ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം കിട്ടിയെന്ന് വരികയില്ല. ജനുവരിയുടെ രണ്ടാം പകുതിയിൽ മാറ്റങ്ങൾ പ്രത്യക്ഷമായി തുടങ്ങും. മുതൽ മുടക്കിന് ലാഭം ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ സുസ്ഥിതി പ്രതീക്ഷിക്കാം. വായ്പാ തിരിച്ചടവുകൾ സുഗമമാകും. മകൻ്റെ ജോലിക്കാര്യത്തിൽ ശുഭസൂചനകൾ ഉണ്ടാകും. സകുടുംബം ദീർഘയാത്ര സാധ്യമാകും. അടുത്തത് രോഹിണി നക്ഷത്രം. ആത്മവിശ്വാസം കുറയാം. പ്രയോജനരഹിതമായ കാര്യങ്ങൾക്കായി ഏറെ സമയം ചിലവഴിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതായി തോന്നാം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടമാകും. കുടുംബ സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കം വ്യവഹാരത്തിലേക്ക് നീങ്ങുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണം കൂടും. മനസ്സമാധാനമുണ്ടാകുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കിട്ടിയേക്കാം. മകളുടെ വിവാഹ ആലോചന പുരോഗമിക്കും. മകയിരം നക്ഷത്രം. ദാമ്പത്യത്തിൽ സ്നേഹം വർദ്ധിക്കും. കൂട്ടുകച്ചവടം ഗുണകരമായിരിക്കുകയില്ല. സുഹൃത്തുക്കളുമായി പിണങ്ങുവാൻ ഇടയുണ്ട്. ഭൂമി വ്യാപാരത്തിൽ മാന്ദ്യം നേരിടും. കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരം കിട്ടാത്തതിനാൽ മാനസിക വൈഷമ്യം അനുഭവിക്കും. ഊഹക്കച്ചവടത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. അടുത്തത് തിരുവാതിര നക്ഷത്രം. സാധാരണ കാര്യങ്ങൾക്ക് വീഴ്ചയുണ്ടാവുകയില്ല. ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുവാൻ സാഹചര്യം അനുകൂലമാകും. വ്യാപാര കാര്യങ്ങളിൽ വായ്പാ സഹായം ഉണ്ടാകും. ആത്മശക്തി ദുർബലമാകും. പൊതുപ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരം കഠിനമാകും. ചിന്തിക്കുന്ന കാര്യങ്ങളെ പ്രവൃത്തിയിലെത്തിക്കുന്നതിൽ തടസ്സമുണ്ടായേക്കാം. സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിച്ച അത്ര സിദ്ധിക്കുകയില്ല. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ കാലമല്ല. സാമ്പത്തികമായി അച്ചടക്കം ഗുണം ചെയ്യും. അടുത്തത് പ്രണവ നക്ഷത്രമാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എളുപ്പമാവുകയില്ല. സ്വ അനുഭവം കൊണ്ട് അത് ബോധ്യമാകും. കുടുംബ പ്രശ്നങ്ങൾ മാനസികമായി തളർത്തിയേക്കാം. കൃത്യനിർവഹണത്തിൽ ചെറിയ വീഴ്ചകൾ ഉണ്ടാകാം. വിദേശയാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമേറും. പൊതുവെ ഗുണവും ദോഷവും ആവർത്തിക്കുന്ന മാസമായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രം. നേട്ടങ്ങൾക്ക് കളമൊരുക്കുന്ന കാലമാണ്. എതിർപ്പുകളെ തണവൽഗണിച്ച് മുന്നേറാനാകും. അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമാകും. ആത്മാർത്ഥത അഭിനന്ദിക്കപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ദിശാബോധം ഉണ്ടാകും. നൂതനമായിട്ടുള്ള സംരംഭങ്ങളുടെ മുഴുവൻ വശങ്ങളും പഠിക്കുവാൻ സമയം ചിലവഴിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതി പ്രതീക്ഷിച്ചത്ര നേട്ടം ഉണ്ടാകുകയില്ല. ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുകൾ വരാം.
യാത്രകൾ കൊണ്ട് പറയത്തക്ക മെച്ചം വരികയില്ല. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കർമ്മരംഗം ഉന്മേഷഭരിതമാകും. ആത്മാർത്ഥത അംഗീകരിക്കപ്പെടും. ദൗത്യങ്ങൾ ശ്ലാഘനീയമായ വിധം പൂർത്തീകരിക്കും. ഔദ്യോഗിക ചർച്ചകൾക്ക് സമവായം കണ്ടെത്തുവാൻ കഴിയും. വിശിഷ്ട വ്യക്തികളുടെ പിന്തുണ ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം സിദ്ധിക്കും. പുതിയ ഏജൻസികൾ ഏറ്റെടുക്കുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാനസിക ക്ലേശം ഉണ്ടാകും. ആരോഗ്യപരമായി അത്ര നല്ല കാലം ആവുകയില്ല. ധനവിനിമയത്തിൽ ശ്രദ്ധ വേണം. അടുത്തത് മകം. ലക്ഷ്യം നേടുവാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. സുലഭ വസ്തുക്കൾ ദുർലഭമാവാം. ആലോചനയും പുനരാലോചനയും ഉണ്ടാകും. എന്നാൽ പ്രവൃത്തികളുടെ ആലസ്യം വന്നുഭവിക്കുന്നതാണ്. ധനവരവ് തടസ്സപ്പെടുന്നതായി തോന്നാം. മക്കളുടെ പ്രശ്നങ്ങൾ വിഷമിപ്പിക്കും. ആദ്യത്തെ 1-2 ആഴ്ചകൾക്ക് ശേഷം സമ്മർദ്ദങ്ങൾക്ക് അയവ് വരുന്നതാണ്. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. വ്യക്തിപരമായും തൊഴിൽപരമായും ഉള്ള കാര്യങ്ങളിൽ ഏകോപനം വെല്ലുവിളിയാകും. കുടുംബ അന്തരീക്ഷം ശാന്തവും അശാന്തവുമായി മാറിക്കൊണ്ടിരിക്കും. മകൻ്റെ ഉപരിപഠനം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ വരുന്നതാണ്. വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. അറ്റകുറ്റപ്പണി കഴിഞ്ഞ വാഹനം നിരത്തിലിറക്കാൻ സാധിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ ലാഭനഷ്ടങ്ങൾ ആവർത്തിക്കും. ജനുവരിയുടെ പകുതി മുതൽ പലതരം ഗുണാനുഭവങ്ങൾ വന്നെത്തും. കഴിവ് തെളിയിക്കുവാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത ഉത്തര നക്ഷത്രമാണ്. സ്വന്തം കഴിവുകൾ വളർത്തുവാൻ ശ്രമിക്കും. എന്നാൽ സ്ഥിരോത്സാഹം ഉണ്ടാകുന്നതല്ല. ബലഹീനതകളെ ചിലർ ചൂഷണം ചെയ്യാം. മാസാദ്യം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. പിന്നീടത്തെ ആഴ്ച പണച്ചെലവ് അല്പം ധൂർത്തിലേക്ക് നീങ്ങിയേക്കാം. രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. തൊഴിൽ മാന്ദ്യം മാറാം. ആരോഗ്യ പ്രശ്നങ്ങൾ ലഘുവാകും. ഗുണദോഷ സമ്മിശ്രമാകും ജനുവരി മാസം. അടുത്തത് അത്തം നക്ഷത്രമാണ്. ശ്രദ്ധക്കുറവിനാൽ അനാരോഗ്യം ഉണ്ടാകാം. പരദൂഷണം, ഉപജാപം ഇവയ്ക്ക് ചെവി കൊടുത്തേക്കാം. ദോഷകരമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം. നിലവിലെ സുഹൃത്തുക്കളുടെ വിരോധം ഉണ്ടാകും. സാമ്പത്തിക ബാധ്യത കുറയുവാനിടയില്ല. വാഹനം ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ജാഗ്രത വേണം. വരുമാനത്തിൽ നേരിയ വർധനവ് ഉണ്ടായേക്കാം. മകൻ്റെ വിവാഹത്തിനായി ഉള്ള പരിശ്രമങ്ങൾ ഫലം കാണുന്നതാണ്. വീട് മാറി താമസിക്കുവാൻ തീരുമാനിക്കും. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. കന്നിക്കൂറുകാർക്ക് സമ്മർദ്ദങ്ങളേറും. കുടുംബാന്തരീക്ഷം അല്പം അശാന്തമാകാം. ബന്ധുക്കൾ വിരോധിക്കുവാൻ ഇടയുണ്ട്. കഷ്ടിച്ച് ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനവരവ് പ്രതീക്ഷിച്ചാൽ മതിയാകും. ഭൂമിയിൽ നിന്നും ആദായം തുച്ഛമായിരിക്കും. എന്നാൽ സർവസമ്മതത്വം ഉണ്ടാകും. തുലാക്കൂറുകാർക്ക് സഹായത്തിനായി ഉന്നത പദവിയിലുള്ളവർ മുൻപോട്ട് വരും. പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗം തേടുന്നവർ നിരാശപ്പെടേണ്ടി വരികയില്ല. മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. നവസംരംഭങ്ങൾക്ക് കാലം അനുകൂലമാണ്. സഹോദരങ്ങളുമായുള്ള വ്യവഹാരം വിധിയാകും. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവിനുള്ള സാധ്യത. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കും. ആത്മവിശ്വാസം ഉയരുന്നതാണ്. കലാമത്സരങ്ങളിൽ ശോഭിക്കുവാനാകും. വിദേശ ധനസമ്പാദനത്തിന് അവസരം ഒരുങ്ങും. ജനുവരി രണ്ടാം പകുതിയിൽ ഗുണഫലങ്ങൾ കുറയും. മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം. യാത്രയിൽ കളവ്, അപകടങ്ങൾ എന്നിവയ്ക്ക് സാധ്യത. അടുത്ത വിശാഖം നക്ഷത്രമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമാകും. രണ്ടാം പകുതിയും ശോഭനമാകും. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ രംഗം നവീകരിക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്യുവാനാകും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനം കരുത്തേകുന്നതാണ്. ദോഷങ്ങളിൽ പ്രധാനം പരാജയഭീതിയാണ്. അമിതമായ ആത്മവിശ്വാസം ദോഷത്തിന് കാരണമാകും. ജാമ്യം നിൽക്കരുത്. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വാക്കുകൾ വിരോധികളെ സൃഷ്ടിക്കാം. അധികാരികളുടെ വിരോധത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗം പരീക്ഷണം നേരിടും. പഠനത്തിൽ അശ്രദ്ധ കാണിക്കും. ശത്രുക്കളുടെ പ്രവർത്തനം വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട്. വഴിയാത്രയും ധനനഷ്ടവും സംഭവിക്കാം. ജനുവരി പകുതി മുതൽ പുരോഗതി പ്രകടമാകും. ഊർജ്ജസ്വലതയോടെ കർമ്മരംഗത്ത് മുഴുകും. സാങ്കേതിക പരിജ്ഞാനം നേടും. പൊതുപ്രവർത്തനം ആശ്വാസമാകും. ആധ്യാത്മിക ചര്യകൾക്കായി സമയം കണ്ടെത്തും. കുടുംബത്തോടൊപ്പം കൂടുതൽ നേരം ചിലവഴിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. പ്രവൃത്തികൾക്ക് അംഗീകാരം സിദ്ധിക്കും. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ കർമ്മരംഗത്ത് മുഴുകുവാനാകും. സ്വന്തം തൊഴിൽ, ധനപരമായ വളർച്ച എന്നിവ പ്രകടമാകുന്നതാണ്.
ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം സിദ്ധിക്കും. ചില തടസ്സങ്ങളും കാര്യവിളംബരവും ആദ്യം ഉണ്ടായേക്കാം. അധികാരികളുടെ അപ്രീതി നേരിടേണ്ടി വരും. അമിത വൈകാരികതയും ശക്തമായ പ്രതികരണങ്ങളും വിരോധികളുടെ എണ്ണം കൂട്ടും. എന്നാൽ നിരന്തരം പരിശ്രമം വിജയത്തിന് കാരണമാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ജന്മരാശിയിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ മാനസിക വിക്ഷോഭങ്ങൾ, കാര്യവിളംബരം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉടലെടുക്കാം. പ്രണയികൾക്ക് പ്രതികൂലമായ കാലമാണ്. ദാമ്പത്യവും ശോഭനമാകണമെന്നില്ല. കൂട്ടുകച്ചവടത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. 3-4 ആഴ്ചകളിൽ നല്ല ഫലങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകും. സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും സഹായധനം ലഭിക്കും. മാനസിക പിരിമുറുക്കത്തിന് അയവ് ഉണ്ടാകും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. നവസംരംഭങ്ങൾക്ക് അനുകൂലമായ കാലമല്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തുടരുന്നതാണ്. സാധാരണമായി ചെയ്ത കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ വിളംബരം വന്നേക്കാം. മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കുറയുന്നത് കാണുവാൻ സാധിക്കും. കലഹവാസന നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ കുറച്ചൊക്കെ സ്വസ്ഥത ഉണ്ടാകും. കടബാധ്യതകൾ ലഘൂകരിക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. കുടുംബ പ്രശ്നങ്ങൾ തലവേദനയാകാം. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ കുറഞ്ഞേക്കാം. ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കുകളിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാകാം. പൊതുപ്രവർത്തനങ്ങൾ വെല്ലുവിളി ഉയർത്താം. പണവരവ് ഉയരുന്നെങ്കിലും ന്യായമായ ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആത്മീയ സാധനകൾ മനസ്സിന് സന്തോഷം തരും. പഴയ ഓർമ്മകൾ പുതുക്കുവാൻ അവസരം ലഭിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ആകസ്മികമായ യാത്രകൾ വേണ്ടിവരും. ചെലവ് ഗണ്യമായി കൂടുന്നതിനാൽ ബിസിനസ് രംഗം ഉന്മേഷകരമാകുമെങ്കിലും പ്രതീക്ഷിച്ച ലാഭം വന്നെത്തുകയില്ല. സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. സംഘടനകളിൽ പദവി ഉയർന്നേക്കാം. പ്രണയത്തിൽ മധുരത്തോടൊപ്പം കയ്പും കലരുവാൻ സാധ്യതയുണ്ട്. ഗാർഹിക സ്വൈരക്കേടുകളും മറ്റും കൂടും. പ്രതീക്ഷിക്കാത്ത ചിലരുടെ സഹായം ലഭിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ തുടങ്ങുവാനാകും. ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുവാൻ സാധിക്കും. മാനസിക ഊർജം കർമ്മരംഗത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി വന്നേക്കാം. വിശ്വസ്തരായ ചിലരുടെ വിപരീത നടപടികൾ ബുദ്ധിമുട്ടുണ്ടാക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കലാമത്സരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കും. തൊഴിൽപരമായ പുതിയ അവസരങ്ങൾ സംജാതമാകും. കടബാധ്യത കൊണ്ടുള്ള വൈഷമ്യങ്ങൾ മാറും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അടുത്തത് ചതയം നക്ഷത്രമാണ്. 11-ൽ കുജനും ആദിത്യനും സ്ഥിതി ചെയ്യുന്നതിനാൽ സമീപകാല പ്രശ്നങ്ങളിൽ മിക്കതും തരണം ചെയ്യുവാനാകും. ജോലിയിൽ തുടർച്ചയുണ്ടാകും. വ്യാപാരം അഭിവൃദ്ധിപ്പെടാം. മുൻമാസങ്ങളിലെ ശിഷ്ടജോലികൾ പൂർത്തീകരിക്കുവാനാകും. അച്ഛൻ്റെ സമ്പാദ്യം അനുഭവിക്കുവാനാകും. സഹോദരങ്ങളുടെ പിന്തുണ ഉണ്ടാകും. ഭൂമിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിലും അധികമായ ആദായം ലഭിക്കാം. മത്സരങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും വിജയം കിരീടം ചൂടും. കുടുംബജീവിതത്തിൽ സ്വസ്ഥത നിറയും. മാസാവസാനം ദേഹാസ്വാസ്ഥ്യം, അധിക ചെലവുകൾ എന്നിവ ഉണ്ടാകാം. അടുത്തത് പുരുരുട്ട നക്ഷത്രമാണ്. മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മാറാൻ സാഹചര്യം ഒരുങ്ങും. ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ പെയ്യാതെ പോകും. സാമ്പത്തികമായി ആശ്വാസം ലഭിക്കും. കടബാധ്യതകൾ പരിഹരിക്കുവാൻ വഴി തെളിയും. ഇച്ഛാശക്തി അധികരിക്കും. സ്ഥിരോത്സാഹത്തിന് സന്നദ്ധത ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ കുറച്ചൊക്കെ സ്വസ്ഥത ഉണ്ടാകുന്നതാണ്. മകൻ്റെ പഠന മികവ് സന്തോഷമേകും. തീർത്ഥാടന യോഗമുണ്ട്. വസ്തു വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകാവുന്ന മാസമാണ്. സ്ഥാനോന്നതി പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശ ഉണ്ടാവുകയില്ല. കരാറ് പണികൾ പുതുക്കപ്പെടും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വിദേശ വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും. വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ചിലവ് വർദ്ധിക്കും. വിദേശയാത്ര സാധ്യമാകും. സാമ്പത്തിക മെച്ചം ഉണ്ടാകും. ഗുണാനുഭവങ്ങൾ മാസത്തിൻ്റെ 2ാം പകുതിയിൽ കൂടും. അടുത്തത് രേവതി. ജന്മനക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ആലസ്യവും മനക്ലേശവും വരാം. തൊഴിലിൽ നേരിയ പുരോഗതി ദൃശ്യമാകും.
സാമ്പത്തിക പ്രയാസങ്ങളെ മറികടക്കാൻ കഴിയുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് മികച്ച ദിവസമാണ്. പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. മക്കളുടെ വിവാഹകാര്യത്തിൽ ശുഭകരമായ തീരുമാനം ഉണ്ടാകും.